KL വേൾഡ് വൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സുറണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ചെങ്കോട്ടയിൽ നിന്ന് തിരുനെൽവേലിക്ക് പോകുന്ന റൂട്ടിലാണ് ഈ സുറണ്ട ഉള്ളത്. ഞങ്ങളൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് കരുതി. ഞാനും നന്ദുവും റാമറും ഉണ്ട്. റാമർ എൻ്റെ കൂടെ ലീവ് കഴിഞ്ഞിട്ട് ചെങ്കോട്ടയിൽ നിന്നും തിരുനെൽവേലിയിലേക്ക് വരികയാണ്. നന്ദു ലോഡ് എടുത്തിട്ട് കേരളത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ട് വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നപ്പം മീറ്റ് ചെയ്തപ്പോൾ ഞങ്ങളിവിടെ നിർത്തി കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. നല്ല നെൽപ്പാടങ്ങളും തക്കാളി തോട്ടങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ ഗൈസ്. ഈ റൂട്ട് വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പച്ചക്കറികളൊക്കെ മേടിച്ചുകൊണ്ട് പോകണം. മരുന്നൊന്നും അടിക്കാത്ത നല്ല ഫ്രഷ് പച്ചക്കറികൾ ഇവിടെ കിട്ടും. അപ്പോൾ നമ്മളൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് കരുതി. കരിമ്പ് ജ്യൂസ് അടിപൊളിയാണ് ഗൈസ്. പിന്നെന്താ, ഇതൊക്കെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ. തെങ്ങും തോപ്പുകളൊക്കെ ഉണ്ട്. നന്ദു റാമറോട് എന്താണ്ട് നിഗൂഢമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കരിമ്പ് എങ്ങനെ ചാറായി വരുന്നത് നോക്കുവാന്ന് തോന്നുന്നു. റാമറിനോട് പറഞ്ഞപ്പോൾ റാമർ ചിരിക്കുന്നു. റാമറിന് നാണം. വീഡിയോ എടുക്കുമ്പോൾ പിള്ളേർക്കെല്ലാം നാണമാണ് ഗൈസിൻ്റെ ചെയ്യുക. അവനോടൊപ്പം ഇരുന്ന് നമ്മുടെ നന്ദു തൊപ്പിയൊക്കെ ഇട്ട് കാക്കിയൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുകയാണ് ഡ്രൈവിംഗ് മൂഡിൽ. അപ്പോൾ നമ്മൾ ഈ വയലിലോട്ടൊക്കെ ഇറങ്ങി സൂര്യാന്തി പാടമൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ പിന്നെ ഒരുപാട് കൃഷികളുണ്ട്. ചോളവും കൂരവും പിന്നെ സവാള, ഉള്ളി, കിഴങ്ങ്, തക്കാളി അങ്ങനെ കിടക്കുകയാണ്. പച്ചക്കറികളെല്ലാം ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ ആവശ്യമായി കൃഷിക്ക് ആവശ്യമായിട്ട് വെള്ളം എടുക്കുന്ന കിണറാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മൾ കരുതുന്ന പോലെയല്ല, വലിയ കിണറാണ്. നല്ല ആഴമുണ്ട്. നല്ല ഒരുപാട് വെള്ളവും ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അവർക്ക് ഏക്കർ കണക്കിനുള്ള കൃഷികൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ നിന്ന് ലഭിക്കും. അങ്ങനെ അതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ നല്ല ചോളം കിളിച്ച് വരുന്നുണ്ട്. ചോളമാണ് ഗൈസ്. നമ്മൾ പോയ റൂട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വഴിയുള്ള റൂട്ട് നമ്മൾ നടന്നു പോവുകയാണ്. നമുക്ക് വഴി കാണിച്ചു തരുന്നത് റാമറും നന്ദുവാണ്. റാമർ പിന്നെ ഇവിടുത്തെ ചെറുക്കനായതുകൊണ്ട് നമുക്ക് വിഷയമൊന്നുമില്ല. അവൻ കൂടെ ഉണ്ടായതുകൊണ്ട് ഒരു വിഷയമില്ല ഗൈസ്. അതുമല്ല, നമുക്കിവിടെ അല്ലെങ്കിലും ഒരു വർഷങ്ങളൊന്നും ഇല്ല. നമ്മൾ 3 വർഷമായിട്ട് ഇവിടെ ഓടുന്നതാണ്. റെഗുലറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. നമ്മളായിട്ട് ആരുടെ ഒരു പ്രശ്നത്തിന് പോയിരുന്നാൽ മതി, അല്ലാതെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഒരുപാട് കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാത്തിൻ്റെയൊന്നും പേര് നമുക്കറിയാത്തതുകൊണ്ട് നമ്മളെല്ലാം ഒന്നും പറയുന്നില്ല. നിങ്ങളിതൊക്കെ കണ്ട് മനസ്സിലാക്കിക്കണം ഗൈസ്. അങ്ങനെ ഞങ്ങൾ എങ്ങോട്ടെന്നറിയാതെ ഇങ്ങനെ നിഴൽ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഗൈസ്. നമ്മളെന്താ പറയുക, പയ്യന്മാർ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നറിയാതെ ഒരുത്തൻ അങ്ങോട്ടും ഒരുത്തൻ ഇങ്ങോട്ടുമൊക്കെ പോവുകയാണ് ഗൈസ്. പിന്നെ അവൻ്റെ അടുത്ത് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പതുക്കെ മുന്നിൽ പോകാമെന്ന് കരുതി. എന്താ ചെയ്യുക, അടിപൊളി വെയിലാണ് അടിക്കുന്നത്. വെയിലടിക്കുന്നുണ്ടെങ്കിൽ ആ ചൂട് നമുക്കറിയുന്നില്ല. കാരണം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. തിരുനെല്വേലിയിലൊക്കെ പോയാൽ കാറ്റുണ്ടെങ്കിലും തണുപ്പ് കാണില്ല. ഇവിടെ വയൽ പ്രദേശം ഒക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പ് അടിക്കുന്നുണ്ട്. നമ്മളാ ചെടി പിടിച്ച് എന്താണ്ടൊക്കെ പറയുന്നുണ്ട് കേസ്. നമുക്ക് തന്നെ അറിയത്തില്ല എന്തോ പറയണമെന്ന്. അതുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചു. ആ ഒരു ഇതിന് പൂവിന് കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ കാണിച്ചതാണ്. കൊള്ളാം സാധനം. അപ്പോൾ നമ്മളിങ്ങനെ ഈ വഴിത്താരകളിലൂടെ നീങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കൈവരിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ വലിയ വീതിയുള്ള കൈവരികളല്ല. ചെറിയ ചെറിയ കൈവരികളാണ്. എന്താ പറയുക, അടിപൊളി, ഒരു രക്ഷയില്ല ഗൈസ്. നിങ്ങൾ ഈ റൂട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കാണാതെ പോകരുത്. തെങ്ങിൻ തോട്ടങ്ങളും ഈ കൃഷികളുമൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റൂട്ട് വരുവാണെങ്കിൽ ഒരു 10 മിനിറ്റായാലും ഇറങ്ങി നിന്ന് ഇതുവഴിയൊക്കെ ഒന്ന് നടന്ന് ഇതൊക്കെ കണ്ടിട്ട് പോകുന്നത് മനസ്സിനൊരു ആശ്വാസമായിരിക്കും. ഇതാ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാണാൻ പോകുന്ന കാഴ്ചയാണ് സൂര്യാന്തി പടം. ഓ മൈ ഗോഡ്,
ഏക്കർ കണക്കിന് സൂര്യാന്തി ചെടികൾ മാത്രം. നിങ്ങൾ കാണുക ഗൈസ്, അടിപൊളി, ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ വന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. നമ്മുടെ കണ്ണിന് കുളിർമ തോന്നുന്ന കാഴ്ചകളാണിതെല്ലാം. മഞ്ഞപ്പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയുമോ? അപ്പോൾ നിങ്ങളൊക്കെ ഇത് കണ്ട് ആസ്വദിക്കുക, വന്ന് ആസ്വദിക്കുക. ഇപ്പം നിങ്ങളിതൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങി തോട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരവിയത്. റൈറ്റ് സൈഡ് ഫുള്ള് തെങ്ങാണ്, ഹൈബ്രിഡ് തെങ്ങാണെന്ന് തോന്നുന്നു. ദൂരെ നിൽക്കുന്നത് നാടൻ തെങ്ങാണ്. അപ്പോൾ എന്താ ചെയ്യുക എന്നാലോചിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയാണ്. തെങ്ങിനകത്തൊക്കെ തേങ്ങയുണ്ട്. ഇവിടെ ഒന്നും പറിച്ചുകൊണ്ട് പോയാലും ആരും ഒന്നും പറയത്തില്ല കേസ്. പക്ഷെ നമ്മളത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ നശിപ്പിക്കാൻ പാടില്ല, മോഷ്ടിക്കാനും പാടില്ല. വരിക, ആസ്വദിക്കുക, കാണുക, ഫോട്ടോയൊക്കെ എടുക്കുക, പോവുക. ഇവിടെ ആരും നോക്കാനോ അല്ലെങ്കിൽ കയറരുതെന്ന് പറയാനോ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചീത്ത വിളിച്ചേനെ. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല. എല്ലാവർക്കും വന്ന് കാണാം, ആസ്വദിക്കാം. പിന്നെ റോഡ് സൈഡിലാകുമ്പം ആ ഓണർ, ഈ വസ്തുവിൻ്റെ പ്രോപ്പർട്ടിയുടെ ഓണർ ഒരു 20 രൂപ അല്ലെങ്കിൽ 10 രൂപ എന്ന രീതിയിൽ ഒരാൾക്ക് മേടിക്കാൻ സാധ്യതയുണ്ട്. ചിലയിടങ്ങളിൽ മാത്രം ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ. അല്ലാത്ത വശം എല്ലായിടത്തും ഇച്ചിരി അകത്തോട്ടൊക്കെ ഉള്ളിടത്താണെങ്കിൽ നമുക്ക് കയറി ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനോ ആരും ഒന്നും പറയില്ല. പിന്നെന്താ ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ വയലിൽ നിന്ന് തന്നെ വിളവെടുത്ത് അവർ അത് തരംതിരിക്കുന്നതാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് നേരെ വണ്ടിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്രയായി നേരെ പോയി ഒരു ലോഡ് എടുത്തിട്ട് തിരിച്ച് വന്നപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വരുന്ന റൂട്ട് തന്നെ റോഡ് സൈഡിൽ കണ്ടപ്പോൾ ഒന്ന് നിർത്തി അതും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നേരിട്ട് കാണുമ്പം തന്നെ അതിൻ്റെ ഒരു അനുഭവം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ മഹീന്ദ്രയുടെ 14 വണ്ടി പോകുന്നുണ്ട്. നമ്മളിവിടെ നിർത്തിയിട്ടേക്ക് കണ്ടിട്ട് ആ വണ്ടി ഇവിടെ നിർത്തിയതാണ്. അടിപൊളി ഗൈസ്, ഒരു രക്ഷയില്ല. കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. നല്ല വയൽ പ്രദേശവും തെങ്ങിൻ തോട്ടങ്ങളും ഒരു ദൂരെ കാണുന്ന ചെറിയ മലകളും എല്ലാം ഒരു കാഴ്ച തന്നെ. നമ്മൾ ലോഡ് എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴാണ് നമ്മളിത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയത്. ഒരുപാട് വണ്ടികൾ പകൽ സമയങ്ങളിൽ ഈ റൂട്ടിൽ പോകുന്നുണ്ട്. രാത്രിയിലാണെങ്കിൽ അത്ര തിരക്ക് വരില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ സൂര്യാന്തി പാടം കാണാൻ വരുന്നത് കൊണ്ട് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ കൂടുതലും രാത്രിയാണ് ഈ വഴിയെല്ലാം പാസ്സായി പോകുന്നത്.